എനിക്ക് ഞാൻ പോയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയൊരു ഇൻ്റർവ്യൂ ഇതാണ്. കാരണം വന്ന ഗസ്റ്റിന് കൂടുതൽ സംസാരിക്കേണ്ടി വരില്ല, കാരണം ഒക്കെ മഞ്ജു തന്നെ പറയും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഹാപ്പിയാണ്. ഇതിപ്പോ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണോ കുറ്റമായിട്ട് എടുക്കണോ? അതുകൊണ്ട് ഇല്ല, സത്യമായിട്ട് ഞാൻ പറയുന്നത്. കാരണം എല്ലാത്തിലും ചോദ്യം ഉത്തരമൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് പറഞ്ഞിട്ട് അതൊരു രസമാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു രീതിയിലും സീരിയസ് ആയിട്ട് എടുക്കരുത്. ഞാൻ സീരിയസ് ഒക്കെ ആക്കും. അല്ല, എനിക്കതെന്താ വെച്ചാൽ ഞാൻ ഇത് ഇങ്ങനെ പറയാൻ കാരണം ഞാൻ വന്ന പാടന്നെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും പറയില്ല, ഇത് അങ്ങനെയാ അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാറുണ്ടോ? അപ്പൊ തന്നെ ഇല്ലല്ലോ, എഴുതാൻ തുടങ്ങുമ്പോഴല്ലേ ഇട്ടുള്ളൂ. എന്റെ പൊന്നിക്ക, നിങ്ങൾ ചെയ്തു വെച്ചേക്കണ വർക്കിനെ കുറിച്ചിട്ടല്ലേ ഞാൻ ചോദിക്കണേ. അതിനെ കുറിച്ച് നിങ്ങളൊക്കെ നന്നായിട്ട് ആർക്കാ പറയാൻ പറ്റും. അപ്പൊ എന്തിനാ ഈ പ്രീ പ്ലാൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ? ലൈവായിട്ട് നടക്കണാണ് ഏറ്റവും കൂടുതൽ. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അതായത് ഇപ്പൊ സലീം കൊടത്തൂര്, അതുപോലെ ഷാഫിക്ക, ഇവരൊക്കെ പല പല ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ അങ്ങനെ വലിയൊരു പാട്ടുകാരനല്ല എന്ന്. അതെന്ത് നിങ്ങൾ അങ്ങനെ പറയുന്നത്? കാരണം ഞങ്ങൾക്ക് പാട്ട് കുറെയൊക്കെ നിങ്ങളുടെ പാട്ടുകളാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഞാനങ്ങനെ വലിയ പാട്ടുകാരനൊന്നും അല്ലാന്ന്. അതെന്താ അത്? ബാക്കിയുള്ളവർ പറയുന്നതിന്റെ ഉത്തരം എനിക്കറിയില്ല. സുഹൃത്തുക്കൾ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു പക്കാ പ്രൊഫഷണൽ പാട്ടുകാരനല്ല, പക്ഷെ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അറിയാം. അപ്പോൾ എൻ്റെ ഉത്തരം കിട്ടിയില്ലേ? പിന്നെ ബാക്കിയുള്ളവർ നമുക്ക് എന്തും പറയാലോ. ഇപ്പം മഞ്ജുവിനോട് ഞാൻ പരിചയപ്പെടുത്താണ്, അതായത് വണ്ണനുള്ളി അങ്ങനെ ഇങ്ങനെ മറ്റേ മഞ്ജു ഏറ്റവും നല്ലൊരു ആങ്കറാണ്, തിരക്കുള്ള ആങ്കറാന്ന് പറഞ്ഞാൽ മഞ്ജു എന്താ പറയുക, ഞാൻ അത്ര വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല, ഇങ്ങനെ പോകണമെന്നല്ലേ. അതൊരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ ആ പാടിയതിൻ്റെ ബേസിക് മിമിക്രിയാണ്. പിന്നെ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വർക്കുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആഗ്രഹമാണ്. അല്ല, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം അതായത് വളരെ ചെറുപ്രായത്തിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഈ പാളയത്തൊക്കെ ഉന്തുവണ്ടിയിലും അതുപോലെ ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ നടത്താന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടില്ലല്ലേ? അങ്ങനെ നിന്നോണ്ടിരുന്ന ഒരാൾക്ക് പാട്ടിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കാരണം വേണമല്ലോ. അതായത് പാട്ട് ചെയ്ത് തുടങ്ങാം, വർക്കുകൾ ചെയ്ത് തുടങ്ങാന്ന്. അതെന്തായിരുന്നു? ഒരു കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കോഴിക്കോടുള്ള പാളയം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് കച്ചവടമുണ്ട്, പിന്നെ ഓട്ടോ ഡ്രൈവറാണ്. അത്യാവശ്യം ടൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ പ്രായത്തിൽ ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പാട്ടിനോടുള്ള ഇഷ്ടം വന്നത് എൻ്റെ ഉപ്പയും ഉമ്മയും ഭയങ്കരമായിട്ട് മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം വീട്ടിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ടേപ്പ് റെക്കോർഡ്, അതിനകത്ത് നമ്മൾ നാട്ടിൽ കിട്ടാത്ത കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതായിരിക്കും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഓഡിയോ കാസറ്റുകൾ. ആ കാസറ്റുകളിൽ വെച്ചിട്ടുള്ള പാട്ടുകൾ, ആ പാട്ടുകളൊക്കെയാണ് പിന്നീട് ഓരോ വർക്കുകളായിട്ട് തന്നെ ഇറക്കിയത്. ചിലത് റീമിക്സ് ആണ്, ചിലത് ട്യൂൺ എടുത്തിട്ടുണ്ട്, ചിലത് മൊത്തത്തിൽ തന്നെ അതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഉപ്പൻ്റെയും ഉമ്മയുടെയും ആ പാട്ടിനോടുള്ള കേട്ട് ആ ചെറുപ്പം മുതലേ അങ്ങനെ കേട്ട് വളർന്നുകൊണ്ടുള്ള അതായിരിക്കാം. പിന്നെ ഫസ്റ്റൊക്കെ സുഹൃത്തുക്കൾ ഇറക്കിയ മിമിക്രി കാസറ്റിൽ ചെറുതായിട്ടൊന്ന് പങ്കെടുത്തു. പിന്നെ പിറ്റത്തെ വർഷം സ്വന്തമായിട്ടൊരു കാസറ്റ് ഇറക്കി. അങ്ങനെ പിന്നെ മിമിക്രി കാസറ്റ് ഇറക്കിയിട്ടാണ് തുടങ്ങിയത്. അതിൽ നിർമ്മാണം തുടങ്ങി. അതിൽ വി ഡി രാജപേട്ടനെ വെച്ച് ചെയ്തിട്ടുണ്ട്, മാമുക്കോനെ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് അന്ന് കോഴിക്കോട് നിന്ന് മിമിക്രി കാസറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് മാപ്പിളപ്പാട്ടിലേക്കുള്ള ഇറക്കം. അതിൽ മാപ്പിളപ്പാട്ട് ഇറക്കാൻ തുടക്കമിട്ടത് ഫസ്റ്റ് അലി എന്ന് പറയുന്ന ഒരു കൊടുവള്ളിയുള്ളൊരു സുഹൃത്ത് ഫസ്റ്റ് ഒരു കാസറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പാപ്പൻ്റെ അലിയൻ സാദിഖ് പറക്കോടൻ സൗദിയിലാണ്. മൂപ്പർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്കിലാണ് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ പാട്ട്